അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ്, അതിഷിയുടെ രാഷ്ട്രീയ ഭാവി എന്താണ്, ഡൽഹി ആർക്കൊപ്പമാണ് നിൽക്കുന്നത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി നമുക്ക് തത്സമയം കിട്ടുകയും ചെയ്യും. ബിജെപി ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഏർലി ട്രെൻഡ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. 32 ഇടത്ത് ബിജെപി ലീഡ് ചെയ്യുന്നു. അഭിലാഷ്, ഈ സർവേ ഒക്കെ നമ്മൾ പൊതുവിൽ നോക്കിയാൽ 40-45 സീറ്റ് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ബിജെപി അധികാരത്തിൽ വരും. ഒരു പൊതു സ്വഭാവം, സർവേകളുടെ പൊതു സ്വഭാവം എടുത്താൽ 40-45 സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ ട്രെൻഡ് ആണെങ്കിൽ പോലും അതൊരു പക്ഷേ ശരിയാകുമോ എന്ന തോന്നലുണ്ടാക്കുന്ന, സൂചന നൽകുന്ന ട്രെൻഡാണ് ഇപ്പോൾ ആദ്യ വോട്ടെണ്ണൽ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, അതിന്റെ ട്രെൻഡ് വരുമ്പോൾ. ഹരിയാന ഓർമ്മയുണ്ടോ? ഹരിയാനയിൽ 9-10 നമ്മൾ പറഞ്ഞത് 60 സീറ്റുകളിൽ ഇതാ കോൺഗ്രസ് എന്നുള്ളതാണ്. 30 അത് നേരെ തലകുത്തനെ ഇട്ടു. അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടിട്ട് ഇങ്ങനെ ആവുമെന്നൊന്നും ഉറപ്പിച്ച് പറയണ്ട. പക്ഷേ 34-14 ബിജെപി ക്യാമ്പിന് ആശ്വാസം നൽകുന്ന ആദ്യ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി ക്യാമ്പിന് അത്ര ശുഭകരമായ വിവരമല്ല ആദ്യം വരുന്നത്. നോക്കൂ, നേരത്തെ അർജുൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രാവിലെ ഓഫീസിനകത്ത് കയറി ഇറങ്ങിയതാണ്. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് കഥകളൊന്നും അടഞ്ഞു കിടക്കാത്ത ഒരു ഓഫീസ് സംവിധാനമുള്ള പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരിടത്താണ് ഇക്കുറി അല്പം കൂടി ഒരു കഴിഞ്ഞ് ആളുകളെ ഫേസ് ചെയ്താൽ മതി എന്ന നിലയിലേക്ക് നേതാക്കൾക്കുള്ള അത്രത്തോളം അനിശ്ചിതത്വമുണ്ട്, അത്രത്തോളം ഭയമുണ്ട്, അത്രത്തോളം തോൽവി ഉണ്ടാകുമോ എന്ന് പേടിക്കുന്നുണ്ട് എന്ന പ്രതികരണം രാവിലെ പല നേതാക്കളുടെ അടക്കം ഭാഗത്ത് നിന്ന് സൗരഭ് ഭരദ്വാജ് ഉൾപ്പെടെ ഡൽഹി ഇഞ്ചോടിഞ്ചാണ്. ബിജെപിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി, രാജ്യ തലസ്ഥാനം വിട്ടുകൊടുക്കാൻ കഴിയാത്ത ശക്തി എന്ന് പ്രഘോഷിക്കപ്പെട്ട ആം ആദ്മി പാർട്ടിക്കാണ് ഈ പറയുന്ന ആദ്യ ഫല സൂചനകൾ ഒരു വലിയ നമ്പറായി ബിജെപി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത്. ജംഗ്പുരയിൽ മനീഷ് സിസോദിയ പിന്നിൽ, ആ വാർത്ത വീണ്ടും വരികയാണ്. ജംഗ്പുരയിൽ മനീഷ് സിസോദിയ പിന്നിൽ. ഇതിപ്പോൾ ആദ്യം ഫലസൂചന ആയിരിക്കാം, നമുക്ക് പറയാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ജംഗ്പുരയിൽ മനീഷ് സിസോദിയ തുടക്കം മുതൽ പിന്നിലാണ്. ഇതിൽ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ നമ്മൾ ഹിന്ദി വാർത്താ ഏജൻസികളെ ആസ്പദമാക്കിയാണ് 35-16 എന്ന കണക്ക്. അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ വീണ്ടും വരികയാണ് അപ്ഡേറ്റ്. ഇവർ 3 പേരും ആദ്യഘട്ടം മുതൽ പിന്നിൽ നിൽക്കുകയാണ്. അതെ, നോക്കൂ, ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യ ടുഡേ ടെലിവിഷൻ, ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലിലെ കണക്ക് ഇപ്പോൾ ബിജെപി 22, ആപ്പ് 19 എന്നുള്ളതാണ്. അതുപോലെ തന്നെ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയിൽ ബിജെപി 20, ആപ്പ് 16 എന്നുള്ളതാണ്. ഇപ്പോൾ കളി കഴിഞ്ഞിട്ടില്ല, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ആദ്യത്തെ ഒരു ഫലസൂചന വന്നിരിക്കുകയാണ്. അത് ബിജെപിക്ക് അനുകൂലമാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുവെന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗികമായ ഔദ്യോഗിക ഫലമാണ് മാധവ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ആദ്യത്തെ അപ്ഡേഷൻ, അത് ബിജെപിക്ക് അനുകൂലമാണ്. ഡൽഹിയിൽ ആദ്യ ഔദ്യോഗിക ട്രെൻഡ് വരുമ്പോൾ അത് ബിജെപിക്ക് അനുകൂലമാകുന്നു. ഒരു സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള ഫലസൂചനകൾ വന്നു തുടങ്ങി. ആദ്യത്തെ ഫലസൂചനയാണോ ഒരു സീറ്റിൽ ബിജെപി ലീഡ് എടുത്തിരിക്കുന്നു എന്നുള്ളത്. ഒന്നാം റൗണ്ടിന്റെ ഫലസൂചനകൾ വന്നാൽ മാത്രമേ നമുക്കൊരു ഒരു ട്രെൻഡ് എന്നുള്ള നിലയിലേക്ക് എന്താണ് ഡൽഹിയിൽ സംഭവിക്കുന്നത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതിന് നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കണം. ബൂത്തുകളിൽ നിന്ന് ഉള്ള കണക്കനുസരിച്ച് ഇപ്പോൾ 34 ബിജെപി, 19 ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ്. രണ്ടിടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഈ ഘട്ടത്തിൽ ആദ്യത്തെ ഫലസൂചനയാണ്. പക്ഷേ രണ്ടിടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. നേരത്തെ ഒരിടത്ത് ആദ്യം മുതൽ കോൺഗ്രസ്. സൗരഭ് ഭരദ്വാജ് ഇതാ ഗ്രേറ്റർ കൈലാഷിൽ ലീഡ് ചെയ്യുന്നുവെന്ന ശുഭകരമായ വാർത്ത ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച്. ഗ്രേറ്റർ കൈലാഷ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി സൗരഭ് ഭരദ്വാജ് ലീഡ് എടുത്തിരിക്കുകയാണ്. അതേസമയം കൽക്കാജിയിൽ ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന മൊമെന്റിൽ പോലും അതിഷി പിറകിലാണ്. അതുപോലെ ആം ആദ്മി പാർട്ടിക്ക് സന്തോഷിക്കാനുള്ള മറ്റൊരു വാർത്ത, ഗോപാൽ റായ് ബാർബർപൂരിൽ ലീഡ് ചെയ്യുകയാണ്. ഗോപാൽ റായ് ആം ആദ്മി പാർട്ടി നേതാവ് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത. അപ്പോൾ സൗരഭ് ഭരദ്വാജ് ലീഡ് ചെയ്യുന്നു, ഗോപാൽ റായ് ലീഡ് ചെയ്യുന്നു, സോംനാഥ് ഭാരതി ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് സന്തോഷിക്കാനുള്ള വാർത്തകൾ. അവരുടെ ലീഡാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അതിഷിയും പിറകിലാണ് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് കുഴക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന വാർത്ത.